ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. നമുക്ക് ബേസിക്കലി 2 ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്, 1 ഓൺ 2. സോ 1 എന്ന് പറയുന്നത് അതിന് വേറൊരു നെയിം ഇൻജെക്റ്റീവ് എന്നാണ്. ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് ബി അപ്പിയേഴ്സ് അറ്റ് മോസ്റ്റ് വൺസ് ആസ് ദി ഇമേജ് ഓഫ് ആൻ എലമെൻറ്റ് ഓഫ് എ. അതായത് ഇപ്പം എന്താണ് പറയുന്നത്, എൻ്റെ ബിയിൽ എനിക്കിപ്പം എയിലുള്ള ഇമേജ്, എനിക്കിപ്പം എയിലൊരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് വിത്ത് റെസ്പെക്ട് ടു ബി ഒരൊറ്റ തവണ വരാവോ, അതായത് ഒരാൾക്കൊന്ന് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ അത് 1 to 1 ആണ്. യൂഷ്വലി നമ്മൾ 5th മോഡ്യൂളിൽ പഠിച്ചായിരുന്നു 1 to 1 പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇത്. ഓക്കെ, എഫ് ഓഫ് A1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് A2. 2 ഫങ്ഷൻസും ഈക്വൽ ആയിരിക്കണം. ആൻഡ് ഓൾസോ A1 ഇസ് ഈക്വൽ ടു A2 ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1 to 1 ഫങ്ഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. So, the number of 1 to 1 functions with A is equal to m and B is equal to n is nothing but n factorial by n minus m factorial. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. എയിലെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് വരുന്നത്? 1, 2 and 3. ബിയിലെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? 1, 2, 3 and 4. 1 to 1 ഒരു റിലേഷൻ, 2 to 3 അതർ റിലേഷൻ, 3 to 4. ഓക്കെ, ഇത് 1 to 1 ആണ്. എന്തുകൊണ്ടാണ് ഇവിടുന്ന് ഇതൊരു 1 to 1 ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്തുകൊണ്ടാണ്? എയിലെ എല്ലാ എലമെൻറ്റ്സും ഞാനിവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതൊരു 1 to 1 ഫംഗ്ഷൻ? അതായത് എൻ്റെ എയിലെ ഒരു എലമെൻറ്റ് ബിയുടെ ഒരു എലമെൻറ്റുമായിട്ട് മാത്രമേ ലിങ്ക് ചെയ്തിട്ടുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഒരു റെപ്പറ്റീഷൻ വരുന്നില്ല. 1 1 ലിങ്ക് ചെയ്തേക്കുന്നത്, 2 3 3 4 ഈ ഒരു സെക്കൻഡ് എലമെൻറ്റിൽ ഒരു റെപ്പറ്റീഷൻ ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് 1 to 1 ഫങ്ഷനാണ് ഫ്രം എ ടു ബി. ഇനി നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 1 to 1 ഒരു എക്സാമ്പിൾ, ഇപ്പം നമുക്കിതുപോലൊരു ഫംഗ്ഷൻ തരും. ആ ഒരു ഫംഗ്ഷൻ 1 to 1 ആണോ അല്ലയോ എന്നുള്ളതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജി ഓഫ് x1 is equal to g of x2 എന്നും x1 is equal to x2 ആണെന്നും പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ we'll be able to establish that the given relation is 1 to 1. റൈറ്റ്? ഓക്കെ, ഇനിയിപ്പം ഞാനൊരു എലമെൻറ്റ് 0 എടുക്കാമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ജി ഓഫ് 0 എന്താണ്? x⁴, 0⁴ മൈനസ് 0 is nothing but 0. റൈറ്റ്? ഇപ്പം ഞാൻ g⁴ എടുക്കുവാന്ന് വിചാരിക്കുക. 1⁴ മൈനസ് 1 is nothing but 1 minus 1, it's again 0. So what is happening here? My g of 0 is equal to g of 1. Given that my x1 is equal to 0 and my x2 is equal to 1. Okay? But is 0 equal to 1? അതായത് എൻ്റെ x1 x2 ഈക്വൽ ആണോ? അല്ല. Which means that is g 1 to 1? No. G is not a 1 to 1 റിലേഷൻ. നിങ്ങൾക്ക് 2 രീതിക്ക് ചെയ്യാം. ഒന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തെ തന്നെ x1 x2 എന്ന് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതാണ് കുറച്ചുകൂടി ഈസിയർ മെത്തേഡ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഒരു നോട്ട് പോലെ അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ പോലെയാണ്. ഇമേജ്, നമുക്കൊരു സബ്സെറ്റിൽ ഒരു ഇമേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ, ഇഫ് വി ആർ ഹാവിങ് എ റിലേഷൻ എ ടു ബി ആൻഡ് A1 ഇസ് എ സബ്സെറ്റ് ഓഫ് എ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫങ്ഷൻ ഓഫ് A1 നമ്മൾ എങ്ങനെ എഴുതും? ബി എന്ന് പറയുന്ന ഒരു ഇമേജ്, അതായത് A1 ഇപ്പം നമുക്ക് A1 കുറച്ച് എലമെൻറ്റ്സ് കാണും. ആ ഒരു A1 നമ്മളുടെ എഫ് റിലേഷനിൽ ഓൾറെഡി ബിയിലെ ചില എലമെൻറ്റ്സുമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ടാവും, അല്ലേ? ദോസ് ആർ ദി ഇമേജസ് ഓഫ് A1. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയെങ്കിൽ വിൽ ഡു എ ക്വസ്റ്റ്യൻ ടു അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്, ലെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2 3 4 5 ആൻഡ് ബി ഇസ് ഈക്വൽ ടു WXYZ. റൈറ്റ്? നമുക്ക് ഓൾറെഡി എഫ് ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് A1 A2 കൊടുത്തിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദി ഇമേജസ് എഫ് A1 ആൻഡ് എഫ് A2. അപ്പോൾ നമുക്ക് നമ്മുടെ തിയറത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ആ മേളിൽ കൊടുത്ത ഡെഫിനേഷനിൽ നിന്ന് മനസ്സിലാക്കും വാട്ട് ഈസ് എഫ് A1. ഇറ്റ്സ് നത്തിങ് ബട്ട് എഫ് ഓഫ് എ വേർ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് A1. റൈറ്റ്? അപ്പം എഫ് ഓഫ് എയിലെ എൻ്റെ A1 എലമെൻറ്റ് എന്താണ്? 1 ആണ്. 1 ഇമേജ് എന്താണ് ഇവിടെ വരുന്നത്? W ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എഫ് ഓഫ് എ വേർ മൈ എ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് മൈ ഇമേജ്? W ഈസ് മൈ
image. Okay, f of a 2 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ it's nothing but again f of a where the element a is from a2, that is nothing but f of a where a can be 1 or 2. എന്തുകൊണ്ടാണ് 1 or 2? 1 or 2, that is nothing but f of 1 comma f of 2. എൻ്റെ 1ൻ്റെ ഇമേജ് ഏതൊക്കെയാണ്? W ആണ്. എൻ്റെ 2ൻ്റെ ഇമേജ് എന്താണ്? X ആണ് അല്ലേ? സോ വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് W, X. സോ യൂഷ്വലി ഇപ്പം നമ്മളുടെ ഒരു A ഫംഗ്ഷനിൽ നിന്നും സബ്സെറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇമേജസ് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ സിൻസ് നമ്മളുടെ ഇതൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എയിലെ എല്ലാ ഇമേജസിനും എയിലെ എല്ലാ എലിമെൻസിനും നമുക്കൊരു ഇമേജ് കാണും അല്ലേ? അപ്പം ഏത് എലമെൻ്റ് ആണോ എൻ്റെ സബ്സെറ്റ് കൊടുത്തേക്കുന്നത് അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഓർഡേർഡ് പെയറിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾ ഫംഗ്ഷനിൽ നിന്ന് നോക്കിയെടുക്കുന്നതാണ് ബേസിക്കലി ഈ ക്വസ്റ്റ്യനും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്കൊരു തിയറമാണുള്ളത്. ലെറ്റ് എഫ് ഇസ് ഈക്വൽ ടു എ ടു ബി വിത്ത് A1 ആൻഡ് A2 ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ യൂണിയൻ ആണെങ്കിലും അണ്ടർ ഇൻ്റർസെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ദിസ് വിൽ ബി ഈക്വൽ ടു ദിസ് വിൽ ബി എ സബ്സെറ്റ് ആൻഡ് ദിസ് വിൽ ബി ഓൾസോ ഈക്വൽ ടു ഇഫ് ഇറ്റ് ഈസ് എ 1-to-1 function. Proof, what we are going to do is we are going to take an element b which is a part of b. Okay, ഈ ഒരു ബിയുടെ ഭാഗമായിട്ട് ഒരു എലമെൻറ്റ് ബീനെ ഞാൻ എടുക്കുകയാണ്. സോ നമുക്കറിയാം പ്രീവിയസ് ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു ബീനെ വി ക്യാൻ റൈറ്റ് ഇറ്റ് എസ് b is equal to f of a because this b is a part of b and we are assuming that this b is a part of f of a1 union a2. ഓക്കെ, അപ്പോൾ ഈ A1 യൂണിയൻ A2ൻ്റെ ഒരു ഭാഗമാണ് എ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. സോ ഫോർ സം A1 യൂണിയൻ A2 this is correct. Okay, A1 union A2 which means that this A can be either a part of A1 or a part of A2. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിന് എനിക്ക് റീറൈറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. എഫ് ഇസ് ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഫോർ or b is equal to f of a for some a which is an element of a2. ഇതിനെ എനിക്ക് പിന്നെ എടുത്ത് എഴുതാം b is equal to f of a1. എനിക്ക് എഴുതാൻ പറ്റുമോ? b is an element of f of a1. എനിക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ലേ? a എന്ന് പറയുന്നത് a1ൻ്റെ എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് എഴുതാൻ പറ്റത്തില്ലേ? ഓർ b is an element of f of a2. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഓർ സിമ്പിളിനെ നമ്മളിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. b is equal to b is an element of f of a1 union f of a2, റൈറ്റ്? അതായത് ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നമ്മൾ b is an element കോമൺ ആയിട്ട് എടുക്കുന്നു, പിന്നെ ഇതിനെയും കൂടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ എഗെയിൻ ഇറ്റ്സ് എൻ എലമെൻറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തേക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബി ഇസ് എ പാർട്ട് ഓഫ് ദിസ് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തേക്കുന്നത്. ദിസ് ക്യാൻ ബി റീ റിട്ടൺ ആസ് സച്ച് എ വേ ഓൾസോ. സബ്സെറ്റ് ആണെന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ തിയറം എന്താണ്? നമ്മുടെ തിയറം ചോദിക്കുന്നത് ഈക്വൽ ടു ആണ്. സോ ഇഫ് ഐ എം പ്രൂവിങ് ഇറ്റ് ദി ഐദർ വേസ്, അതായത് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് വൺ ആൻഡ് സിമിലർലി ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ദിസ് വൺ എന്നുള്ളത് എനിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ എന്താണ്? ഐ ക്യാൻ പ്രൂവ് ദറ്റ് ബി ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ദീസ് ടു ആർ ഈക്വൽ ടു ഈച്ച് അതർ. റൈറ്റ്? സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രൂഫ്. എയുടെ ഫസ്റ്റ് പാർട്ടാണ് ഞാനിവിടെ എഴുതിയത്. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? വി ആർ ടേക്കിംഗ് ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ്, സിൻസ് ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് a1 യൂണിയൻ എഫ് ഓഫ് a2, വി ക്യാൻ ഓൾസോ റൈറ്റ് ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് a1 യൂണിയൻ ബി ഈസ് ആൻ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് a2. എനിക്ക് എഴുതാനായിട്ട് പറ്റത്തില്ലേ? അതായത് ബി ഈസ് ഈക്വൽ ടു എഫ് എ ഫോർ സം a1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു എഫ് എ ഫോർ സം എ വിച്ച് ഇസ് എൻ എലമെൻറ്റ് ഓഫ് a2. ഇതിലേതേലും ഒന്ന് ശരിയാണ്. അതായത് ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഫോർ സം എ ഇസ് എ പാർട്ട് ഓഫ് ഐദർ a1 ഓർ a2. അപ്പോൾ ഇതിനെനിക്ക് എങ്ങനെ എഴുതാം? ബി ഈസ് എ പാർട്ട് ഓഫ് എഫ് ഓഫ് a1 യൂണിയൻ a2. ഇവിടെ എനിക്ക് ഒരുമിച്ച് എഴുതാനായിട്ട് പറ്റത്തില്ല. ഇവിടെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരുന്നല്ലോ കിട്ടിയത്. സോ വി ആർ റൈറ്റിംഗ് ഇറ്റ് സെപ്പറേറ്റ്ലി.
യെസ്, സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് കമ്മിങ്. സോറി, ഇതൊരു സ്ലൈറ്റ് മിസ്റ്റേക്കാണ്. പ്ലീസ് നോ ദാറ്റ് കറക്ഷൻ. ഓക്കെ, so this is 1, this is 2. Equating 1 and 2, what will we get? We get that f of a1 union a2 is equal to f of a1 union f of a2, റൈറ്റ്? സോ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 2 പാർട്സായിട്ട് നമ്മൾ ചെയ്തല്ലോ, അതിൻ്റെ ആവശ്യമില്ല ഇവിടെ. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇത് സബ്സെറ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്, ഇവിടെ ഈക്വൽ ടു കൊടുത്തുകൊണ്ടാണ്. സോ ബിയും നിങ്ങൾ അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ സി പാർട്ട്. ഓക്കെ, സി പാർട്ട് നമുക്ക് നോക്കാം. സോ ഇനീഷ്യലി വാട്ട് ആം ഐ ടേക്കിംഗ്? ഐ ആം ടേക്കിംഗ് my b, it is an element of big B, and b is also an element of f of a1 intersection a2. ഇങ്ങനെ ഞാൻ എടുക്കുവാണ്, which means that b is equal to f of a for some a which is a part of this one. അതായത് നമ്മൾ ആ എ പാർട്ടിൽ എടുത്ത സെയിം സാധനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞേച്ച് b is equal to f of a. ഇവിടെ ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്നത് A1-ലും A2-ലും രണ്ടിടത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് എടുത്ത് എഴുതാൻ പറ്റൂ. സോ എ ഈസ് എൻ എലമെൻറ്റ് ഓഫ് A1 ആൻഡ് ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ഫോർ സം എ വിച്ച് ഈസ് ഓൾസോ എലമെൻറ്റ് ഓഫ് A2 ഓൾസോ. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് A1 ആൻഡ് ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് A2. ഓക്കെ, വിച്ച് മീൻസ് ബി ഈസ് എൻ എലമെൻറ്റ് ഓഫ് എഫ് ഓഫ് A1 ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് A2. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഈ ഫംഗ്ഷൻ 1 1 ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഈക്വൽ ടു ആവത്തുള്ളൂ എന്നാണ് അവിടെ പറയുന്നത്. സോ അപ്പം ഈ ഒരു നമ്മളുടെ ഈ ഒരു റിസൾട്ട് നമുക്ക് എടുക്കാം. ലെറ്റ് us take that b is equal to f of x for some x is a part of A1 and b is equal to f of y for some y is a part of A2. f of x is equal to f of y ആണ് എന്നുണ്ടെങ്കിൽ ഇഫ് f is ഇൻജെക്റ്റീവ് x is equal to y ആണേ. സോ നമുക്ക് ഇതിന് ഈ രണ്ടെണ്ണത്തിന് പകരം ഇപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നതിന് പകരം സിൻസ് x ആൻഡ് y ആർ ഈക്വൽ, ഷാൽ ഐ റൈറ്റ് ഇറ്റ് ആസ് ലൈക്ക് ദിസ് f of x which is an element of f of A1 ഇൻ്റർസെക്ഷൻ A2. എനിക്കിങ്ങനെ എഴുതാൻ പറ്റത്തില്ല ബിക്കോസ് രണ്ട് എലമെൻറ്റും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഇൻ്റർസെക്ഷനിൽ തന്നെ ആയിരിക്കും. അതായത് A1-ലും എക്സ് കാണും, A2-ലും എക്സ് കാണും. ബിക്കോസ് രണ്ടുപേരും ഈക്വൽ ആണല്ലോ, എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണല്ലോ. സോ ഫോർ എൻ എലമെൻറ്റ് എക്സ് ദിസ് ഇസ് നത്തിങ് ബട്ട് എക്സ് ഇറ്റ് സെൽഫ് അല്ലേ. സോ ഇങ്ങനെ എനിക്ക് എഴുതുന്നത് പോസിബിൾ അല്ലേ? അതുകൊണ്ട് തന്നെ ഐ ക്യാൻ റൈറ്റ് ദിസ് ഓൾസോ. പറ്റില്ലേ? അത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇത് 1 1 ആയതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ എഴുതാനായിട്ട് പറ്റുന്നത്. സോ ഫ്രം 1 and 2 what can I write? I can write that f of A1 intersection f of A2 is a part of b is an element of this and b is also an element of f of A1 intersection A2. From these two I can write that f of A1 intersection f of A2 is a subset of f of A1 സെക്ഷൻ A2. സിൻസ് ഇറ്റ്സ് എ 1-on-1 ഫംഗ്ഷൻ നമ്മളിവിടെ മേളിൽ പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇത് രണ്ടും ട്രൂ ആയതുകൊണ്ട് തന്നെയും ഇൻസ്റ്റെഡ് ഓഫ് ദി സബ്സെറ്റ് ഐ ക്യാൻ മേക്ക് ഇറ്റ് എസ് എൻ ഈക്വൽ ടു. നിങ്ങൾ ഇത്രയും ഇപ്പം ഈ പ്രൂഫ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കണം എന്നില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് റെസ്ട്രിക്ഷനും ഇമേജ് എക്സ്റ്റെൻഷനുമാണ്. ഓക്കെ, ഇഫ് ദർ എക്സിസ്റ്റ് എ റിലേഷൻ A to B, A1 എന്ന് പറയുന്നത് എൻ്റെ എയുടെ സബ്സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ക്രിയേറ്റ് എ റിലേഷൻ A1 to B സച്ച് ദാറ്റ് ദിസ് റിലേഷൻ ഇസ് കോൾഡ് ദ റെസ്ട്രിക്ഷൻ ഓഫ് F to A. മനസ്സിലായോ? അപ്പം ഈ ഒരു റിലേഷനെ ഞാൻ റെസ്ട്രിക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് ദർ ഇസ് an existing relation A1 to B and A1 is a subset of A. അപ്പോൾ അതായത് A എന്ന് പറയുന്നത് A1ൻ്റെ സൂപ്പർ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ സെറ്റും ബിയും തമ്മിൽ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് എക്സ്റ്റെൻഷൻ ഓഫ് F to A. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇഫ് ഐ എം ഹാവിങ് ഇപ്പോൾ എനിക്ക് എക്കകത്ത് 1 2 3 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ബിനകത്ത് WXY ഉണ്ടെന്ന് വിചാരിക്കാം. ഇതെൻ്റെ എ, ഇതെൻ്റെ ബി, 1 2 3 WXY ഇതെല്ലാം ഇങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് വിചാരിക്കുക. ഇഫ് ഐ എം ടേക്കിംഗ് എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 എന്ന് വിചാരിക്കുക. ഐ ക്യാൻ കണക്ട് മൈ എ ഡാഷ് ടു ബി WXY.
ആസ് ദിസ്, റൈറ്റ്? ഇതെന്ന് പറയുന്നത് എൻ്റെ റെസ്ട്രിക്ഷനാണ്, ഇമേജ് റെസ്ട്രിക്ഷനാണ് ഇവിടെ വരുന്നത്. അതേ ടൈമിൽ ഇപ്പം ഇവർ തമ്മിലൊരു റിലേഷൻ ആണെന്ന് വിചാരിക്കുക. ഇഫ് ഐ എം ഹാവിങ് എ സൂപ്പർ സെറ്റ് എ, എഗെയിൻ എനിക്ക് ഈ ഒരു സൂപ്പർ സെറ്റിനെ എ ടു ബി എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇസ് കോൾഡ് എക്സ്റ്റെൻഷൻ, റൈറ്റ്? അപ്പം നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ എക്സ്റ്റെൻഷനും എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദ സെക്കൻഡ് പാർട്ട് ഓഫ് എ ഫംഗ്ഷൻ. നമ്മൾ 1 to 1 പഠിച്ചു. ദ നെക്സ്റ്റ് വൺ ഇസ് ഓൺ ടു. ഓൺ ടു എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ if there is a function f of a is equal to b such that for all the elements of b there exist at least one a, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. അതായത് എൻ്റെ ബിയിൽ കിടക്കുന്ന ഇമേജസിന് എയുടെ ഇമേജുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷനെങ്കിലും ഉണ്ടായെന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ഓൺ ടു എന്ന് പറയും. 1 എന്തായിരുന്നു? ഓരോ റിലേഷനും ഓരോരുത്തരുമായിട്ട് ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് ഇപ്പം ഓൺ ടു എന്ന് പറയുമ്പോൾ ബി ക്യാരയിൽ ഒരാൾ കിട്ടിയാൽ മതി എയിൽ, പക്ഷെ ബി തന്നെ നിന്ന് പോകരുത്. പിടികിട്ടിയോ? അങ്ങനെയാണ് നമ്മൾ 1 1 ആൻഡ് ഓൺ ടുവിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് എപ്പോഴാണ് ആവുന്നത്? വെൻ ഇറ്റ് ഇസ് ബോത്ത് 1 1 അല്ലെങ്കിൽ 1 to 1 ആൻഡ് ഓൺ ടു. നമുക്ക് തന്നേക്കുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. സോ ഈ ഒരു ഫങ്ഷൻസ് നമ്മൾ 1 1 ഓൺ ടുവും ആണോ എന്നുള്ളത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് വെദർ ഇറ്റ്സ് എൻ ഓൺ ടു ഓർ നോട്ട്. ഫസ്റ്റ് വൺ, എക്സ് ക്യൂബ്. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്തോണം, ഇവരെടുത്ത് തന്നേക്കുന്നത് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി ഫോർമാറ്റാണ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി ഫോർമാറ്റിലാണ് നമുക്ക് കൊടുത്തേക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് എൻ്റെ ബിയുടെ ഇമേജ് എന്ന് പറയുന്നത് എല്ലാം ക്യൂബ്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ എനിക്ക് 1 2 3 4 ഇതൊക്കെ എൻ്റെ ബിയുടെ ഇമേജസ് ആണെന്ന് വിചാരിക്കുക. എന്താണെന്നുണ്ടെങ്കിലും ദർ വിൽ ബി എക്സിസ്റ്റിംഗ്. ഇവിടെ നമുക്കൊരു ഡൊമെയിനും പറഞ്ഞിട്ടില്ല, ഇൻറ്റീജേഴ്സ് ആണ് റിയൽ നമ്പേഴ്സ് ആണ് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ അവരെ എയിലോട്ട് നമ്മൾ ഒന്ന് റിവേഴ്സ് മാപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ ക്യൂബ്സ് ഒക്കെ ഇപ്പോൾ എക്സ് ക്യൂബ് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് എന്തുണ്ട്? റൂട്ട് ഓഫ് എക്സ് ക്യൂബ് ഉണ്ട് അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി സം എക്സ് ഫോർ വിച്ച് ഐ ക്യാൻ ഗെറ്റ് മൈ ക്യൂബ്. അത് ഏതൊരു ഇതിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ റൂട്ട് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്ന സാധനമാണ്. സോ ദിസ് ഫംഗ്ഷൻ ഇസ് ഓൺ ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3x + 1 ആണ്. സോ 3x + 1 if we are looking at if you are looking at from a point of view of z to z, if my function is derived from z to z, ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് അതിനെ ആൻസർ ചെയ്യുക? ഒരു സെക്കൻഡ്. 3x + 1. അപ്പോൾ 3x + 1 എന്ന് പറയുന്നത് 3x + 1 ഇപ്പം എനിക്കൊരു ഞാനിപ്പോൾ എക്സിൻ്റെ വാല്യൂ ഞാൻ തൽക്കാലത്തിന് ഇഫ് ഐ എം ടേക്കിംഗ് ഇറ്റ് ഇസ് ഓക്കെ 3x + 1 ഞാനിപ്പോൾ 8 ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, സോ വാട്ട് ഇസ് മൈ 3x? 7. എക്സ് എന്താണ്? 7/3 ആണ്. 7/3 എന്ന് പറയുന്നത് ഇസഡ് വരുന്നതാണോ? അല്ല. അപ്പം ഫസ്റ്റിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് മേ ബി വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് R2R. R2R എടുക്കുമ്പോഴത്തേന് ഇത് കറക്റ്റായിട്ട് വരും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കോംപ്ലെക്സ് നമ്പേഴ്സ് പോസിബിലിറ്റി ഉണ്ടല്ലോ. സോ യെസ്, വിൽ ടേക്ക് ദി ഡൊമെയിൻ ഫോർ ദ ഫസ്റ്റ് വൺ ഫ്രം R2 ആൻഡ് ദ സെക്കൻഡ് വൺ ഫ്രം Z to Z. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഓൺ ടു ആണോ എന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. ലൈക്ക് അവരെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. സോ ഫ്രം ദെയർ വി ഹാവ് കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ദിസ് ഇസ് ആൻ ഓൺ ടു റിലേഷൻ ആൻഡ് ദിസ് ഇസ് നോട്ട് എൻ ഓൺ ടു റിലേഷൻ.